ഹലോ മക്കളെ, ഈ വീഡിയോയുടെ അവസാനം രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. രണ്ടാമത്, ഈ ഒരു വീക്ക് നിങ്ങൾ എക്സാം ഇൻ്റർനെറ്റ് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു 200 മാർക്കെങ്കിലും ഈ ക്രിസ്മസ് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പിക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിറ്റേജിൽ കിടക്കാം. ഫിസിക്സിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം അത്യാവശ്യം ഒരേ വെയിറ്റേജ് ആണ്. ഇനി ആകെ ഒരു ഔട്ട്ലയർ, അതായത് ബാക്കിയുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നവൻ റേപ്റ്റിക്സ് മാത്രമാണ്. റേപ്റ്റിക്സിന് 9 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് 9 മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോക്കിയിട്ടാണ്. നിങ്ങൾ ചോയ്സും കൂടി നോക്കുകയാണെങ്കിൽ 12 ആയിരുന്നു. പിന്നെ അങ്ങനെ ഔട്ട്ലയറായി നിൽക്കുന്ന ആകെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നോക്കിയാൽ അത് 6 മാർക്കിനാണ് അവസാനം വന്നിട്ട്, പക്ഷേ ചോയ്സും കൂടി ചേർത്തിട്ട് 10 മാർക്കിന്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ റേപ്റ്റിക്സ് മാത്രമേ ഔട്ട്ലയർ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ ഭയങ്കര എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ മാത്രം ഇതിൽ ഇല്ല. ക്ലിയർ ആണോ? ഇനി ബാക്കിയുള്ള സബ്ജക്റ്റിന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ കോർഡിനേഷൻ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്ററാണ്. മാക്സിമം ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററാണ്. മാത്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ആണ് അങ്ങനെ ഒരു ചാപ്റ്റർ. ഇൻ്റഗ്രേഷൻ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ, ഇപ്പോൾ ബയോളജിക്ക് പഠിക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ സ്റ്റെപ്സൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി ബൈഹാർട്ട് പഠിച്ചു വെച്ചാൽ അത് റീപ്രൊഡ്യൂസ് ചെയ്താൽ മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇതിൽ കെമിസ്ട്രീൻ്റെ കാര്യത്തിലൊരു സ്പെഷ്യൽ സംഭവമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം കെമിസ്ട്രിയിൽ ഡിലീറ്റഡ് ചാപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചാപ്റ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നോക്കിയാൽ കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററും കൂടുതൽ ഡെപ്തിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതായത് മാത്സിൽ ചിലപ്പോൾ എന്താണ്, നിങ്ങൾ ചില ചാപ്റ്റേഴ്സിന് ചോദിക്കാത്ത തരം ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്നുണ്ടാവില്ല, പബ്ലിക് എക്സാമിന് ചിലപ്പോൾ പഠിക്കും, അല്ലെ പഠിക്കണം. ഓക്കെ, പക്ഷേ അത് കെമിസ്ട്രിയിൽ കാണിക്കരുത്. കാരണം കെമിസ്ട്രിയിൽ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ചാപ്റ്ററിന് 13 മാർക്കിന് ചോദ്യം ഇടണമെങ്കിൽ ആ ചാപ്റ്റർ അരിച്ച് പെറുക്കിയിട്ടല്ലേ ആ ചോദ്യം ഇടുന്ന ആൾക്ക് ചോദ്യം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അരിച്ച് പെറുക്കണ്ടേ, വേണം. സോ കെമിസ്ട്രിയിൽ പെർ ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സബ്ജക്റ്റ് ആയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, പെർ ചാപ്റ്ററിന് ഓരോ ചാപ്റ്ററിന് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക നോക്കുക. കാരണം ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ, മൊത്തം നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ബോട്ടണി, സുവോളജി സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ക്ലിയർ ആണല്ലോ. അപ്പോൾ വെയിറ്റേജിൻ്റെ കാര്യം മനസ്സിലായി. ഓക്കെ, ഇനി ഈ വീക്ക് എക്സാം ഇൻ്റർനെറ്റ് ലൈവുകളിൽ നിങ്ങൾ വന്നിരുന്നാൽ, അതായത് വെറും 7:30 മുതൽ 9 വരെ ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ കവർ ചെയ്ത് കിട്ടും. നിങ്ങൾക്കറിയാം ഫിസിക്സ് ആണ് ഫസ്റ്റ് എക്സാം. സോ ഫിസിക്സിൻ്റെ എക്സാമിന് മുൻപ് നമ്മൾ ഈ വീക്ക് സാറ്റർഡേ, സൺഡേ ആൻഡ് മൺഡേ ആയിട്ട് ഇത്ര ചാപ്റ്റേഴ്സ്, അതായത് ഫുൾ ചാപ്റ്റേഴ്സ് തീർക്കും. 80 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ് വന്നിരുന്നാൽ മാത്രം മതി. 2 മണിക്കൂർ ഡെയിലി. കെമിസ്ട്രിയിൽ ഇത്ര ചാപ്റ്റേഴ്സ്, 65 മാർക്ക് വേർത്തായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 2 മണിക്കൂർ ഈ വീക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ. മാത്സിൽ 37 മാർക്ക് ആൻഡ് ബയോളജിയിൽ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസിൻ്റെ ലൈവിൽ വന്നിരുന്ന 30 മാർക്ക്. ടോട്ടൽ നിങ്ങൾ 2 മണിക്കൂർ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 212 മാർക്ക് തിയററ്റിക്കലി കിട്ടി. ഇനി പോട്ടെ, 200 മാർക്ക് എങ്കിലും കിട്ടില്ലേ? നിങ്ങളൊരു നല്ല എഫേർട്ട് ഇട്ട് 200 മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ പോട്ടെ, നിങ്ങൾ ഫുൾ എഫേർട്ട് ഇടുന്നില്ല, ഒരു 80% എഫേർട്ട് ഇട്ടാലോ നിങ്ങൾക്ക് ഒരു 160 അല്ല 180 മാർക്ക് കിട്ടില്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്രേ ഉള്ളൂ, ക്രിസ്മസ് എക്സാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു 180 മാർക്ക് ഉറപ്പിച്ചിട്ടാണോ നിങ്ങൾക്ക് ഇരിക്കാൻ ആഗ്രഹം? പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി റിവൈസ് ചെയ്യാൻ റിവിഷൻ തുടങ്ങാൻ വേണ്ടി ആഗ്രഹം? അല്ലെങ്കിൽ 1 മാർക്കും കയ്യിലില്ലാണ്ട് നിങ്ങൾക്ക് റിവിഷൻ തുടങ്ങാനാണോ ആഗ്രഹം? ഇത്ര മാത്രം. അതൊരു ചോയ്സാണ്, നിങ്ങൾ എടുക്കുന്ന ചോയ്സാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആ മാർക്ക് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ചായിരിക്കും ആ മാർക്ക് ഉണ്ടാവുക, ഒബ്വിയസ്ലി. പക്ഷേ ആ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഓൾറെഡി ഉണ്ടാവും. ഇത് തമാശ പറയല്ല, തള്ളുകയല്ല, ശരിക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അല്ല, ഹെവി ക്ലാസ് തന്നുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അത്രയും ഉറപ്പാണ് ആ പഠിപ്പിക്കുന്ന കാരണം വരുമെന്ന്. അപ്പോൾ കയ്യിലുണ്ടാവും. നിങ്ങളത് ഇരിക്കാൻ റെഡി ഇല്ലെങ്കിൽ ആ മാർക്ക് കയ്യിലുണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. ആസ് +2 സ്റ്റുഡൻസ്, ഇത്രയും മെച്യൂർ ആയ +2 സ്റ്റുഡൻസ്, ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോയ്സ് നിങ്ങൾ എടുക്കും എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, തകർക്കാം.